പുനലൂരുള്ള എനിക്കത് അറിയത്തില്ല. ഞാൻ ഇലക്ട്രിക്കിന്റെ പണിയാ മോളെ. എനിക്ക് DNA പണിയില്ല. അത് DNA എടുക്കുന്ന സെന്ററിൽ പോയി ചോദിക്കണം. അങ്ങനെ ഇതിനകത്തൊരു വേണമെങ്കിൽ ഒരു ട്വിസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഒരു അത്ഭുതം വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പം 3 ഭാര്യമാരെ നമുക്ക് അറിയാം മക്കളുള്ള. ഒന്ന് ഒരു രേഷ്മ, പിന്നെ അമ്പിളി. രേഷ്മയിലൊരു പെങ്കൊച്ച് ആദിത്യന്, അത് തൃശ്ശൂർകാരിയാണ്. അതിനെ കല്യാണം കഴിച്ചിട്ടില്ല, ലിവിങ് ടൂതർ എന്ന് പറയുന്നു. അങ്ങനെ ആവാം, അവരുടെയൊക്കെ കല്യാണം അപ്പം അങ്ങനെയാണ്. പിന്നെ അമ്പിളി ദേവി താലി കെട്ടിയ കൊച്ചാണ്, അതിലൊരു ആങ്കൊച്ചുണ്ട്. പിന്നെ പുനലൂർ ആതിര എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ട്, അതിനകത്ത് ഒരു ആങ്കൊച്ചുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ 3 വീട്ടില് ചെന്നിട്ട് അവരോട് പറയാ, ഇങ്ങനെ ഒരു സഹായത്തിന് നിങ്ങൾ തയ്യാറാണോ? ഒരു മനുഷ്യനെ 2001 മുതൽ സ്വന്തം പിതാവിന്റെ ആ ഒരു പേര് സ്കൂൾ സർട്ടിഫിക്കറ്റ് ചേർക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ആ മനുഷ്യനെ കൊല ചെയ്യുന്നു. നിങ്ങൾക്കൊരു ഇച്ചിരി മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുഞ്ഞ് സഹായം ഈ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരുടെയെങ്കിലും ഒരു ഉമിനീര് തരാമോ എന്ന് ചോദിച്ച് അവർ സമ്മതിക്കുന്ന ഒരു ഇന്റർവ്യൂ, ഒരു വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യാമെങ്കിൽ ആദിത്യൻ നേരെ കോടതിയിൽ പോയി സ്റ്റേ മേടിക്കുന്നത് ഞാൻ പറയും. ആദിത്യൻ പേടിച്ചിരിക്കും, കാര്യം അവൻ സമ്മതിക്കൂല. അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പ് ആദിത്യനുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആദിത്യൻ ഓൺ ദ സ്പോട്ടിൽ കേസ് കൊടുക്കും. അമ്പിളി ദേവി ഏത് പെങ്കൊച്ചാണ് ഇതിനകത്ത് അനുവദിക്കുന്ന അവരുടെ പേരിൽ കേസ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും.